ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് ബറോസ് നീതി കേൾക്കുമ്പുറം എന്ന സിനിമയുടെ റിവ്യൂ ആണ്. പത്തരയ്ക്കുള്ള ഷോയ്ക്കാണ് ഞാൻ പോയത്. മാതാമാധുരിയിൽ 3D ആയിരുന്നു. പടത്തിൽ അഭിനയിച്ചത് ലാലേട്ടൻ, പിന്നെ ആരൊക്കെയോ ഉണ്ട്, ഏതൊക്കെയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞോടെ. പിന്നെ പ്രണവ് മോഹൻലാലിൻ്റെ ക്യാമിയോ, പിന്നെ മമ്മൂക്കയുടെ നറേഷൻ, പിന്നെ അറിയാത്തൊരുപാട് ആൾക്കാരുണ്ട്. അതാരൊക്കെയാണെന്നുള്ളത് അവരുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ സോറി. പടം ഡയറക്റ്റ് ചെയ്തത് നമ്മുടെ ലാലേട്ടൻ തന്നെയാണ്. ഫസ്റ്റ് ഡയറക്ടറിയൽ ഡെബ്യൂട്ട് ആണ് അദ്ദേഹത്തിൻ്റെ. മ്യൂസിക് ചെയ്തത് ലിന്ത്യൻ എന്ന് പറഞ്ഞൊരു ചെറുക്കനാണ്. ഒരു ചെറുക്കനാണെന്ന് ഞാൻ കേട്ടത്, എനിക്ക് അറിഞ്ഞൂടാ. ലിന്ത്യൻ എന്നാണ് അങ്ങനെ എന്തോ ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് ഇതിലും പറഞ്ഞാണ് അവർ. അങ്ങനെ ഒരാളാണ് ഈ സിനിമയുടെ മ്യൂസിക് എഴുതിയിരിക്കുന്നത്. ക്യാമറ വർക്ക് എഴുതിയാൽ പിന്നെ പറയണ്ടല്ലേ, നമ്മുടെ സന്തോഷ് ശിവനാണ് ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങേര് ഗുഡ് എന്ന് മാത്രം പറയാനുണ്ട്. ആ പടം പറയാൻ മറന്നു. പടം എങ്ങനെയുണ്ട് ചോദിച്ചാൽ എനിക്ക് അബോവ് ആവറേജ് എന്നേ പറയുള്ളൂ. ഇതിൻ്റെ റേറ്റിംഗ് 7/10 തന്നെയാണ്. കറക്റ്റ് പറഞ്ഞാൽ ക്രിസ്മസ് തൂക്കിയത് മാർക്ക് വന്ന കൺഫേം. ഞാൻ റൈഫിൾ ക്ലബും വീഡിയോയും ഞാൻ കണ്ടിട്ടില്ല, അത് വേറെ കാര്യം. മാത്സ് ആണെങ്കിൽ കേരളത്തിൽ ഇറക്കിയിട്ടില്ല. അത് എന്ത് തേങ്ങയ്ക്കാന്നുള്ളതിന് നല്ല വിഷയമുണ്ട്. അതുകൊണ്ട് എല്ലാത്തവരും വിളിച്ചു പോകും. അതുകൊണ്ട് എന്ത് തേങ്ങയ്ക്കാണ് അത് ഇറക്കാത്തതെന്നുള്ളത്, കേരളത്തിൽ ഇറക്കാത്തതെന്ന് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. കാരണം അത് മലയാളത്തിൽ ഇറങ്ങുമെന്നും പാൻ ഇന്ത്യ എന്നും പറഞ്ഞുകൊണ്ടാണ് അമ്മ ഇറക്കിയത്. അതുകൊണ്ട് പക്ഷെ മലയാളത്തിൽ കാണില്ല. വൈ എന്നിട്ടോ പടത്തിൻ്റെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ മീൻസ് സ്റ്റാർട്ടിങ് 10 മിനിറ്റിൻ്റെ ഒരു അറിയണമായിട്ടുള്ളൂ. മീൻസ് ആ നറേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഒരു പാട്ട് വരും. മീൻസ് അത് പോർച്ചുഗീസ് പരമ്പരാഗതമായിട്ടുള്ളൊരു പാട്ടുകളിൽ പരമ്പരാഗതമായിട്ടുള്ള പാട്ടെന്നാണ് ഈ സിനിമയോട് പറയുന്നത്. അപ്പോൾ ഈ പാട്ട് പാടുന്ന ആൾ ആരാന്ന് എനിക്ക് ഫസ്റ്റ് ഒന്നും എനിക്ക് ക്ലിയർ ആയില്ല. ഈ ക്യാരക്ടറിനെ എന്തിനാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്? ആ പാട്ട് ശരിക്കും അത് പോർച്ചുഗീസ് ഭാഷയാണോ എന്നൊരു സംശയം വന്നുപോയി ആ ഒരു സമയത്ത്. പിന്നെ പെട്ടെന്ന് പീരീഡിലോട്ട് വരികയാണ്. മീൻസ് 1633 മീൻസ് 17th സെഞ്ച്വറിയിലോട്ട് വരികയാണ് സിനിമ. അതിൽ കാണിക്കണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ണ് ഓർക്കുന്നു. അപ്പോൾ ഒരു ആനിമേഷൻ ക്യാരക്ടർ അതിൽ കാണിക്കുന്നു. അപ്പോൾ ഈ ആനിമേഷൻ ക്യാരക്ടർ പറയുന്നത് ഞാനാണ് എൻ്റെ വയകാട്ടി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ വെസ്കുഡ് ഗെയിം എന്ന് പറഞ്ഞ കണക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ എന്നോട് കണ്ണാടിയിൽ നോക്കാൻ പറയും. അപ്പോൾ ഇങ്ങനെ ഞാനെന്താ പറ്റി, എനിക്കെന്താ പറ്റി? അപ്പോഴല്ലേ മനസ്സിലായില്ല ചത്തുനിന്ന്. ഇയാളുടെ ഭൂതമുണ്ട്. ഞാൻ പറയാൻ പറഞ്ഞു. ഈ പട്ടണത്തിൽ ഞാൻ പറഞ്ഞില്ല, നീതി കേൾക്കും ഭൂതം. മീൻസ് ഇങ്ങനെ നീതി കേൾക്കണേണ്. പടത്തിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ലടേ. ഒരു 17th സെഞ്ച്വറിയിൽ ഒരാൾ വന്ന് വാസ്കോ ഡ ഗാമയുടെ കാവലായിട്ട് നിൽക്കുന്നു. അങ്ങനെയൊക്കെയാണെങ്കിൽ എല്ലാ ഭാഷയും അറിയാം, മലയാളം അറിയാം, പോർച്ചുഗീസ് അറിയാം, മനസ്സിലാവും. പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരാൾ ഇങ്ങേർക്കാണെങ്കിൽ മീൻസ് വാസ്കോ ഡ ഗാമ എന്ത് പറഞ്ഞാലും ഇങ്ങേര് അനുസരിക്കും. അങ്ങനെ ഒരു ദിവസം അവിടെ എന്താ പ്രശ്നം നടക്കുക. അപ്പോൾ നമ്മുടെ ഇസബെല്ല എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. അവരും ലാലേട്ടനാണ് ഈ സിനിമയിലെ ഒരു മെയിൻ ക്യാരക്ടേഴ്സ്. അപ്പോൾ ക്യാരക്ടർ മറ്റേ കപ്പലിലോട്ട് കയറാൻ പോകുമ്പോൾ മീൻസ് പുനർജന്മം കേട്ടോ, അത് വേറെ കാര്യം. പുനർജന്മം അങ്ങനെ എന്താണ് ഉദ്ദേശിച്ചത് ഈ സിനിമ. ഒരു ക്യാരക്ടർ കപ്പൽ അവിടെ അപകടം നടക്കുമ്പോൾ കപ്പലിൽ കയറാൻ നോക്കുന്നു. അപ്പോൾ ഇവർ നേർച്ച എന്തോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നേർച്ച കഴിഞ്ഞിട്ട് ഇയാളെ കുത്തും. നമ്മുടെ വാസ്കോ ഡ ഗാമ ചതിക്കും, ബാലോസിന് കുത്തും. പക്ഷെ ഒന്നും പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞോടട്ടെ, ഒന്നും പറ്റൂല. അത് വേറെ വിറ്റി. ഒന്നും പറ്റിയില്ല.
ആ സമയത്തൊന്നും പറ്റില്ല. എന്നിട്ട് ഇവിടെ എന്താണെങ്കിൽ ഒരു സാധനം കുടിപ്പിക്കും. പിന്നെ ഇയാൾ ബോധം കെട്ട് വീഴും. പിന്നെ അങ്ങേര് മരിക്കും. പിന്നെ അങ്ങേര് ഭൂതമായി. പിന്നെ അത് നീരാക്കണം. അതാണ് അയാളുടെ പ്ലാൻ. പിന്നെ ആ നീരാക്കണം എന്തിനാന്ന് ചോദിച്ചാൽ ഈ മീൻസ് കാസർഗോഡ ഗാമയുടെ 13 എത്രാമത്തെ തലമുറ മീൻസ് എന്താ പറയുക, അനന്തരാവകാശികൾ ഏതെങ്കിലും ഒരു തലമുറയിലുണ്ടാവും. അവർക്കാണ് ഒരു താക്കോലുണ്ട്. ആ നിധികളിലൊക്കെ സൂക്ഷിക്കാനുള്ള വേണ്ടിയിട്ടുള്ള താക്കോലുണ്ട്. ആ താക്കോൽ കൊടുക്കണം. ആ താക്കോൽ കൊടുത്താൽ ഇവർ മീൻസ് അവർ പരലോകത്ത് മീൻസ് ആനിമേഷൻ ക്യാരക്ടറും മീൻസ് ലാലട്ടനും പരലോകത്ത് കൊണ്ടുപോകും. മീൻസ് മരിച്ചിട്ട് പരലോകത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർ അവിടെ ആ നീതി സൂക്ഷിക്കുന്ന സ്ഥലത്ത് അങ്ങനെ നിൽക്കണമെങ്കിൽ പിന്നെ അത് കൊടുത്തായില്ല. മീൻസ് അനന്തരാവകാശി ആരെന്ന് കണ്ടുപിടിച്ച് അവർ അവിടെ വന്നോ എന്നിട്ട് അത് വാങ്ങിച്ചോ എന്നതാണ് സിനിമയുടെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതല്ല, ഞാനൊരു കാര്യം പറയുന്നത്, ഇത് ഒരു ഫാൻറ്റസി മൂവിയാണ്. 3Dയിലൊക്കെ ഞാൻ കണ്ടതെന്നുള്ള ഞാൻ പറഞ്ഞിരുന്നത്. 3D ക്ലാസ് ഇട്ടിട്ടാണ് കണ്ടത്. ഈ പടം 3Dയിൽ നല്ലോണം വെർത്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. വിഷ്വൽസ് വൈസ് നൈസായിട്ട് എടുത്തിട്ടുണ്ട്. എഡിറ്റിംഗ് ഒക്കെ ആര് ചെയ്തിങ് സിനിമാറ്റോഗ്രഫിയും പിന്നെ ഇതൊന്നും തന്നെ പറയുക, ആ PR സ്റ്റിൽസ്, വിഷ്വൽസ്, VFX, CGI എല്ലാവിധ ഇതും അവരുടെ മീൻസ് അവർക്ക് എന്താണ് പറ്റണത് അത് അവർ ചെയ്തിട്ടുണ്ട് സിനിമയിൽ. പിന്നെ അറിയാമല്ലോ ഈ പടത്തിൽ വേറെ ആൾക്കാരുണ്ടേ. ഇവരുണ്ട്, ഗുരുസോമസുന്ദരമുണ്ട്, ഒരു പോലീസുകാരെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ആൻ്റണി പെരുമ്പാവൂർ 2-3 സീൻസ് എന്തോ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ. പിന്നെ കാണിക്കണില്ല ആളെ. പിന്നെ വേറെ ആരെയും അറിയുന്നവരില്ല ഈ സിനിമയിൽ. വേറെ എവിടെ നിന്നൊക്കെയാണ് അവരെ കൊണ്ടുവന്നിരിക്കണതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എവിടെ നിന്ന് കൊണ്ടുവന്നവരാണെങ്കിലും അവർ മാക്സിമം നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് സ്റ്റാർട്ടിങ് ഒരു 10 മിനിറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ആ ഒരു സ്റ്റോറിയിലോട്ട് കടന്നപ്പോഴാണ് ഇത് മീൻസ് ആ സ്റ്റോറിയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ട് അവസാനം ഇവർ മീൻസ് ബാരോസ് എന്ന് പറയുന്ന ഒരാൾ മീൻസ് പ്രേതം പരലോകത്ത് ഓടും. പിന്നെ അവരും ബാല്യലോകത്ത് പോകും. അങ്ങനെയാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് അപ്പോഴാണ് മനസ്സിലാവുക. പിന്നെ 12 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഇതേ സ്റ്റാർട്ടിങ്ങിൽ കളിച്ച് അതേ പാട്ടോടെ ഇത് ഇവിടെ കളിച്ചിട്ടുണ്ട്. അപ്പോഴാണ് കണക്റ്റ് ആയത്. സബില എന്ന് പറയുന്ന വലിയ ആളാണല്ലോ, ഓക്കെ എന്നുള്ളത് മനസ്സിലായത്. അപ്പം തന്നെ നമ്മുടെ ഇങ്ങേരി പ്രണവ് മോഹൻലാൽ എവിടെ ഇത് കാണാൻ വേണ്ടി വന്നതാണ്, പാട്ട് കേൾക്കാൻ വേണ്ടി അവിടെ ആ ഷോ കാണാൻ വേണ്ടി വന്നതാണ്. എന്നപ്പോൾ നമ്മുടെ ഇതായിട്ട് വിളിച്ചിട്ട് നീയാണ് അവളെ ഓർമ്മിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ താക്കോലി ഇങ്ങനെ കൊടുത്ത താക്കോലി എങ്ങനെ കൊടുക്കും. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യും. എന്നിട്ട് അങ്ങനെ അവൾ അങ്ങോട്ട് എന്ത് ഇങ്ങോട്ട് ഇന്ന് അങ്ങനെ ഒരു ചളി സംഭവമുണ്ട്. അത് എത്രയൊക്കെ വർക്കാവുന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എന്നിട്ട് ആൾക്കാരത് അങ്ങോട്ട് നോക്കി ഇതെന്തൊക്കെ സംഭവം, ഇവരെന്തിനാ ഓട്ടണ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പുറത്തോടെ ഇറങ്ങി നോക്കുമ്പോൾ ഒരു 3Dയിൽ മനസ്സിലാവുള്ളൂ. 2Dയിൽ ഇത് സിനിമ ഇറക്കാത്ത എന്തോ ഭാഗ്യമാണ്. ലാലേട്ടനെ വിളിച്ചതെന്നുള്ളത് മനസ്സിലായി. എന്നിട്ട് ലാലേട്ടനെ കാണിക്കാൻ പോകുമ്പോഴത്തേക്കും കാണിക്കുന്നു വിചാരിച്ചു ലാസ്റ്റ്, പക്ഷേ കാണിച്ചില്ല. വൈ അത് കാണിച്ചിട്ട് അവർ രണ്ടുപേരും കട്ടുപിടിക്കാനായിട്ട് മീൻസ് ഓൾറെഡി എന്നാ ഈ സിനിമയിൽ പറയാനിരിക്കുകയാണ്. ഇസാബില്ല എന്ന് പറയുന്ന ക്യാരക്ടറിന് മോഹൻലാലിൻ്റെ ക്യാരക്ടർ മീൻസ് ബാരോസ് എന്ന് പറയുന്ന ക്യാരക്ടറിനോട് ക്യാരക്ടറെ നല്ല ഇഷ്ടമായിരുന്നു. മീൻസ് പ്രേമമായിരുന്നു എന്നല്ല, നല്ലൊരു ഒരു ഫാമിലിയിലുള്ള ആളെ പോലെയാണ് അവർ കരുതിയിരുന്നത്. മീൻസ് നല്ലൊരു സ്നേഹത്തോടെ നിന്നിരുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുനർജന്മമാണ് വേറെ ഇസ എന്ന് പറയുന്ന ക്യാരക്ടർ. അതൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ
ഏറ്റവും പറയാനുള്ള ഫസ്റ്റ് ഹാഫ് നല്ലോണം പോയിട്ടുണ്ട്. മീൻസ് ആ സ്റ്റാർട്ടിങ്ങിൽ ഒരു 10 മിനിറ്റ് ഒന്ന് കുറയ്ക്കായിരുന്നു. പിന്നെ ഡയറക്റ്റ് നറേഷൻ നൈസായിരുന്നു. പക്ഷെ ബാക്കി ആ ഒരു പാട്ട് ആ സമയത്ത് കണക്റ്റ് ആക്കിയിട്ട് സിനിമ തുടങ്ങുമായിരുന്നു. അത് ലാസ്റ്റ് കയറി കണക്റ്റ് ആക്കുമെന്ന് വിചാരിച്ചില്ല. അതെന്തിലോട്ട് പിന്നെ പ്രണവ് മോഹൻലാലിൻ്റെ സാധനം വിചാരിച്ചില്ല. അതുകൊണ്ട് എനിക്കത് നല്ലതായിട്ട് വന്ന് ക്യാമിയോ ആ ഒരു സീനാണെന്ന് തോന്നുന്നില്ല. പിന്നെ സെക്കൻഡ് ഹാഫ് അറിയാലോ VFXൻ്റെ ആറാട്ടാണ്. മീൻസ് ആ 3D എന്ന് പറഞ്ഞിരിക്കണം എന്തുകൊണ്ട് എന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നൈസായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. മീൻസ് ക്യാമറ വർക്ക് ഞാൻ പറഞ്ഞ സന്തോഷ് ശിവനാണ്, അത് നൈസായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. മീൻസ് BGM മ്യൂസിക്കും ലിന്ദിയെന്ന് പറയുന്നത് ലിന്ദിയന അങ്ങനെ എന്തോ പറഞ്ഞ ലിതിയന അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരുത്തനാണ് ചെയ്തിരിക്കുന്നത്. അതാരാണ് ചെയ്തിരിക്കുന്നത് അവർക്ക് ഹാൻഡ്സ് ഓഫ് ആൻഡ് സല്യൂട്ട് എന്നാ പറയാനുള്ളത്. സെക്കൻഡ് ഹാഫ് നല്ല ഒരു ലാഗും ഇല്ല, അതങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഇതൊരു ആദ്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊരു ഡിസ്നി ആ ഒരു സംഭവം ആയിട്ട് ഒരുത്തനും ബന്ധപ്പെടുത്താതെ കാണാം. മീൻസ് ഒരു ഹോളിവുഡ് ടൈപ്പ് സിനിമ തന്നെയാണ് കേരളത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ പോലും ഒരു ഡിസ്നിയുടെ കാട്ടും മേളിൽ അങ്ങനെ എടുത്തനും വിചാരിച്ചുകൊണ്ട് പോയാൽ നിങ്ങളുടെ പൈസ പോകും. അത്രയും ഞാൻ പറയും. മീൻസ് അങ്ങനെ വിചാരിച്ചുകൊണ്ട് പോകും, അതിലായിട്ട് മേളിലോട്ടൊന്നും വിചാരിക്കരുത്. അതിൻ്റെ എത്രത്തോളം മേളിലോട്ടെന്നല്ല അതിൻ്റെ അടുത്തെത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട്, അത് കറക്റ്റായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ മേളിലോട്ടെന്ന് ആരും വിചാരിക്കരുത്, അതിൻ്റെ മേളിലോട്ടായിട്ടില്ല. മീൻസ് ഒരുപാട് നാൾക്ക് ശേഷം ഒരു ഫാൻറ്റസി പടം വന്നിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. മീൻസ് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു മലയാളത്തിൽ നിന്ന് ഇങ്ങനൊരു നല്ലൊരു ഫാൻറ്റസി പടം വരുന്നത്. അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ലാലേട്ടൻ തന്നെ ഇത് ഡയറക്റ്റ് ചെയ്തെന്ന് വിചാരിച്ചപ്പോൾ ഒരുപാട് ഹൈപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ ശരിവെക്കുന്ന വിധത്തിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ വേറൊരു കാര്യം, ഇത് ലാലേട്ടൻ്റെ മുണ്ട് മടക്കൽ അങ്ങനത്തെ സംഭവം എന്തെങ്കിലും വിചാരിച്ചുകൊണ്ട് ഏതാവനെങ്കിലും പോയാൽ അവൻ്റെ കാശും പോകും. അത് വേറെ കാര്യം. ഒരു സാധാ ഒരു ഫാൻറ്റസി പടം എന്ന് വിചാരിച്ച് പോവാം, അത്രയേ ഉള്ളൂ. വേറൊന്നും പറയാനില്ല. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ അനൗൺസ്മെൻ്റ് സമയത്ത് പൃഥ്വിരാജ് ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറയാനായിട്ടത്, എന്തോ നറേഷനോ അവസാനത്തെ ക്യാമിയോ എന്തോ ചെയ്യുന്നുണ്ടെന്ന് പറയാനായിട്ടിരുന്നു. പക്ഷേ ഈ സിനിമയിൽ പിന്നീട് അത് റിജക്റ്റ് ചെയ്തെന്നെന്തോ പറഞ്ഞ്. അതെന്ത് ക്യാരക്ടറാണ് എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ നറേഷൻ ചെയ്യണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഈ സിനിമയിൽ ചെയ്ത നറേഷനാണോ ആദ്യം പൃഥ്വിരാജാണ് ചെയ്യേണ്ടിരുന്നത്, അല്ലെങ്കിൽ മറ്റേ പ്രണവ് മോഹൻലാലിൻ്റെ ക്യാമിയാണോ പൃഥ്വിരാജ് ചെയ്യേണ്ടിരുന്നത്, അത് എനിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ല. എന്തുകൊണ്ട് അത് റിജക്റ്റ് ചെയ്തു അതെനിക്ക് അറിഞ്ഞൂടാ. അതിനെക്കുറിച്ച് എനിക്കറിയാത്തതുകൊണ്ട് ഞാനത് ഇവിടെയാണ്. എന്തിലോട്ടെ എന്തായാലും പടത്തിൻ്റെ ബഡ്ജറ്റ് 100 കോടി എന്തോ ആണ്, 100 കോടി എന്നാണ് ഞാൻ കേട്ടത്. എന്തായാലും എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ പടം ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം, അത്രയേ ഉള്ളൂ. മീൻസ് ഒരു ഇൻഡസ്ട്രി ഹിറ്റൊന്നും അടിച്ചില്ലെങ്കിൽ ഒരു 200 കോടി എത്ര അടിച്ചിരുന്നെങ്കിൽ ഒരു ഭാഗ്യമായിരുന്നു. കാരണം 100 കോടിയുടെ ബഡ്ജറ്റുള്ള സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഒരു 200 കോടിയെങ്കിലും വേണം ഹിറ്റാവാൻ. ആവറേജ് ഹിറ്റ് അടിക്കണമെങ്കിൽ 150 ഇവിടെ എന്തോ വേണം. അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അതില്ലാതെ വേറെ ഒന്നുമില്ല. ജയിക്കട്ടെ എന്ന് വിചാരിക്കണം. പിന്നെ വേറെ ഒന്നുമില്ലടേ. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽറ്റ വസ്കസ്.